ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ വേനൽ ചൂടിൽ ധാരാളം പൂക്കൾ നൽകുന്ന ബൊഗെയിൻവില്ല അഥവാ നമ്മുടെ കടലാസ് ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വിവിധ വർണ്ണങ്ങളിൽ മനോഹരമായ പൂക്കളോടുകൂടി ഒരുപാട് വെറൈറ്റീസ് ഉള്ള നാടൻ വെറൈറ്റീസ്, ഹൈബ്രിഡ് വെറൈറ്റീസ്, അതേപോലെ മൾട്ടിപ്പിൾ പെറ്റൽസ് ഉള്ള പൂക്കൾ, അതേ സിംഗിൾ പെറ്റൽസിലും ഡബിൾ ഷെയ്ഡ്സ്, സിംഗിൾ ഷെയ്ഡ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ള ബൊഗെയിൻവില്ല പൂക്കളുണ്ട്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചട്ടികളിലും നിലത്തും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് നിലവിൽ വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ബൊഗെയിൻവില്ലാസ് ആണെങ്കിൽ പോലും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യവും ഇതിൽ നിന്ന് പൂക്കളുണ്ടാവും. അതേപോലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസർ, അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വീട് നിറയെ ഒരു പൂന്തോട്ടം, ഈ വേനൽ ചൂടിൽ നന്നായിട്ട് പൂക്കാൻ പറ്റുന്ന ഈ ഒരു ചെടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വലിയ ശ്രദ്ധയില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു ചൂടിൽ നമുക്ക് ഈ ഒരു ചെടിയെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാസത്തിലൊരിക്കലൊക്കെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുക, അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നട്ടു വളർത്തുക. നമ്മുടെ ഈ ഒരു ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നട്ടു വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ നനച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നനച്ചു കൊടുക്കുക. ഒരു നേരം നനച്ചാലും മതി. ഇപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഉണ്ടാവാതെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബൊഗെയിൻവില്ല. എങ്കിലും നമ്മൾ ഈ ഒരു ചൂടിൽ മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം പൂക്കൾ നൽകുന്ന നമ്മുടെ ഈ ബൊഗെയിൻവില്ലയ്ക്ക് നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ പരിചരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരു നേരമെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചെടിക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടിയിൽ നമുക്ക് ബുഷിയായിട്ട് നിർത്താനും അതേപോലെ ധാരാളം പൂക്കളുണ്ടാവാൻ, നമ്മൾ പ്രൂൺ ചെയ്ത് കമ്പുകൾ കോതി കൊടുക്കുമ്പം അതിനനുസരിച്ച് പുതിയ ബ്രാഞ്ചസ് വരും, അതിനനുസരിച്ച് കൂടുതലായിട്ട് പൂക്കളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചില ആളുകൾക്കാണെങ്കിൽ പടർന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വളർത്തിയിരിക്കാം. ചട്ടി നിറഞ്ഞ് നമുക്ക് ഈ ഒരു ചെടിയെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താലും നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ പ്രൂണിങ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറൊക്കെ കൊടുക്കാം. നമുക്ക് ചാണകപ്പൊടി വളമായിട്ട് ഇട്ട് കൊടുക്കാം, പിന്നെ NPK വളങ്ങളൊക്കെ കൊടുക്കാം. ഒരുപാട് വളങ്ങളൊന്നും ആവശ്യമില്ല. ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് എന്തെങ്കിലും ഫ്ലവറിങ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും അതേപോലെ നൈട്രജൻ വളങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കമ്പുകൾ, പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ നമ്മൾ കളയേണ്ടതില്ല. അത് നമുക്കൊരു മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും ചേർന്ന മിശ്രിതത്തിലേക്ക് നമുക്കൊന്ന് കമ്പുകൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ നമ്മൾ ഇതേണക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി നട്ടു കൊടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പിൾ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് കുത്തിവെച്ച് കൊടുക്കാതെ എന്തെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് മുക്കിയ ശേഷം നമുക്ക് നട്ടു കൊടുക്കുന്നതാണ് നല്ലത്, പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനായിട്ട്. നമുക്ക് റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് കറ്റാർ വാഴയുടെ തണ്ടെടുക്കാം, അതേപോലെ മഞ്ഞൾപ്പൊടി എടുക്കാം, തേൻ എടുക്കാം. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി ഒന്ന് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. ഇതൊക്കെ നമ്മൾ മാറ്റി നടേണ്ട സമയം. ഈ കമ്പിൽ നിന്ന് തന്നെ പെട്ടെന്ന് പൂക്കളും വന്നു. ഹൈബ്രിഡ് വെറൈറ്റി ആയാലും നാടൻ വെറൈറ്റീസും ഒക്കെ നമുക്ക് ഇതേപോലെ കമ്പുകൾ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബൊഗെയിൻവില്ലാസ് നമ്മുടെ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് നേരിട്ട് പോട്ട്സിൽ നടാം, അല്ലെങ്കിൽ മണ്ണിൽ നടാം. നമ്മളതേപോലെ മണ്ണിൽ നട്ട് കൊടുത്ത് നല്ല രീതിയിൽ നല്ല ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്ന് ഒരു ചെറിയ കമ്പിൽ നിന്ന് തന്നെയാണ് നല്ല രീതിയിൽ ബ്രാഞ്ചസൊക്കെ വന്ന് ബ്രാഞ്ചസ് കൂടുന്നതനുസരിച്ച് അതിലെല്ലാം ധാരാളം പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ കമ്പിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് വേര് പിടിപ്പിച്ച് നമുക്ക് നമ്മുടെ
നല്ലൊരു ബൊഗെയിൻവില്ല പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ധാരാളം പൂക്കളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. നല്ല രീതിയിൽ അടിവളമൊക്കെ ഉപയോഗിച്ച് ചാണകപ്പൊടിയൊക്കെ ഉപയോഗിച്ച് മണ്ണിലേക്ക് നമ്മൾ ഈ വേര് വന്നിട്ടുള്ള തണ്ടുകൾ നട്ടു കൊടുത്താൽ മതി. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കുന്ന തണ്ടുകൾ നമുക്ക് നട്ട് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ വേര് പിടിപ്പിച്ച് നട്ട് കൊടുത്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ബൊഗെയിൻവില്ലയുടെ തണ്ടുകൾ കട്ട് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഏത് വെറൈറ്റീസിലുള്ള ബൊഗെയിൻവില്ലാസ് ആയാലും നമുക്ക് ഇതേപോലെ അതിൻ്റെ തണ്ടുകൾ ഉപയോഗിച്ച് എളുപ്പം പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു ചെടി വളർത്തിയെടുക്കാം. ഈ വേനൽ സമയത്ത് ധാരാളം പൂക്കൾ നൽകുന്ന ഈ ഒരു ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് വളരെയധികം മനോഹാരിത നൽകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടിക്ക് നമ്മൾ മാസത്തിലൊരിക്കൽ എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ചെടി അതേപോലെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ കൂടുതലായിട്ട് ഉണ്ടാവാതൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളം എങ്ങനെയാണെന്ന് തയ്യാറാക്കാൻ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വേണ്ടുന്ന പൊട്ടാസ്യം അതേപോലെ നൈട്രജനും ചെടിയുടെ വളർച്ചയ്ക്കുമൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളം നമുക്ക് അതിനായിട്ട് നമുക്ക് വേണ്ടുന്ന കടുകാണ്. നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ 1 സ്പൂൺ കടുക് തന്നെ ധാരാളമാണ്. അപ്പോൾ അത്യാവശ്യം ചെടികളുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ കടുക് നമുക്കെടുക്കാം. അപ്പോൾ 2 സ്പൂൺ അളവിൽ കടുക് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കടുക് നമുക്ക് ഇങ്ങനെ ഒരു വളമാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിൽ പൂക്കാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കും. നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് 1 കപ്പ് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമുക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കടുക് പേസ്റ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മളൊരു രാവിലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് വൈകുന്നേരം എടുക്കാനുള്ള ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് അടുത്ത ദിവസം പിറ്റേ ദിവസം എടുക്കുന്ന രീതിയിൽ നമുക്കിത് തയ്യാറാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം നമ്മുടെ ചെടികളിലേക്ക് നമുക്ക് വളമായിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1 കപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിലേക്ക് ഒരു 5 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികളിലെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. അതേപോലെ ചൂട്ടിൽ വേരൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരാനും അതേപോലെ തന്നെ പൂക്കളൊക്കെ കുറയുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പം നമ്മുടെ ബൊഗെയിൻവില്ലയുടെ ചെറിയ പരിചരണമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.